प्रायेणाल्पायुषा सख्या कलावस्मिन् जना स्मन्दमतयो मन्दभाग्या भद्रतः अस्मिन् युगे जनः मन्दस्मन्तमतयो പ്രായേണ പ്രായേണ മിക്കവാറും അല്പ അല്പം ആയുഷഃ ആയുസ് സഭ്യ സംസ്കാര സമ്പന്നമായ സമൂഹത്തിലെ വ്യക്തി സമൂഹത്തിലെ വ്യക്തി ഹലോ ഈ കലിയുഗത്തിൽ അസ്മിൻ ഇവിടെ യുഗത്തിൽ ജനങ്ങൾ മന്ദഃ മടിയന്മാർ സുമന്തമതയ തെറ്റായി നയിക്കപ്പെട്ട മന്ദഭാഗ്യ നിർഭാഗ്യവാന്മാർ സർവോപരി യുവദ്രുതാഃ പ്രക്ഷുബ്ധമായി അല്ലയോ ശ്രേഷ്ഠ പണ്ഡിത കലി പ്രബലനായ ഈ അയോയുഗത്തിൽ മനുഷ്യർ അല്പായുസുക്കളാണ്. അവർ നിർഭാഗ്യവാന്മാരും വഴക്കാളികളും മടിയന്മാരും മാർഗഭ്രംശം സംഭവിച്ചവർ സർവോപരി സദാ ആകുലരുമാകുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിലെ മനുഷ്യന്മാരുടെ ഒരു പൊതുവെയുള്ള സ്വഭാവമാണ് പറയുന്നത്. എന്തൊക്കെയാണ്? മടിയന്മാരാണ്. ഒരു കാര്യം അപ്പൊ മഹാരാജ് എന്താ പറയുക, നാളത്തെ കാര്യം ഇന്ന് ചെയ്യാം, ഇന്നത്തെ കാര്യം ഇപ്പോൾ ചെയ്യാന്നുള്ളതാണ്. നമ്മളെന്താ ചെയ്യുന്നത്? ഇപ്പോഴത്തെ കാര്യം നാളെ ചെയ്യാം എന്ന് പറയില്ല. അങ്ങനെയാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. മടിയന്മാരാണ്, അലസന്മാരാണ്. പിന്നെന്താണ്? മന്ദഭാഗ്യം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് തീരെയില്ല. ഈ കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഭാഗ്യം എന്ന് പറഞ്ഞാൽ തീരെയില്ല. പിന്നെന്താണ്? ഓർമ്മശക്തി തീരെയില്ല അവർ. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞപ്പോ നമ്മുടെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ അതൊക്കെ രാവിലെ അവിടെ ഓർമ്മ. ചിലപ്പോ നമ്മുടെ ഇല്ല ഉറപ്പൊന്നുമില്ല അല്ലേ? ഇല്ല, നമുക്ക് ഓർമ്മയില്ല ഇന്നലെ എന്താ കഴിച്ചു. നമ്മുടെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ അത്രയും കുറവാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ലോകം എടുക്കുന്ന സമയത്ത് പലരും സൂക്ഷിക്കുന്ന സംശയമാണ് ഭാഗവതത്തിലേ പറഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമാന്മാരല്ല എന്നുള്ളത്. പിന്നെ എങ്ങനെ പ്രഭു നമുക്ക് ഈ ശ്ലോകങ്ങളെ ഓർമ്മയിലെ ശരിയില്ല അല്ലേ? നമുക്ക് ഭാഗ്യമില്ല, പഠിക്കാനുള്ള ഭാഗ്യമില്ല, ഇതൊന്നും നമ്മൾ ഓർമ്മയിൽ നിൽക്കില്ല. ഭാഗവതയെ പറയും. പിന്നെ നമ്മൾ വെറുതെ സമയം കളയുന്നതിന് അപ്പൊ എന്താ നമ്മൾ വേണ്ടത്? ഭൗതിക ലോകത്തിൽ കഴിയാണോ വേണ്ടത്? ഇത് നമ്മൾ ഈ ഒരു ഭാഗം വായിച്ച് മാത്രം നിർത്തരുത്. ഇതിന്റെ ഉത്തരം 12ാമത്തെ സ്കന്ധത്തിൽ 13ാമത്തെ അധ്യായത്തിൽ 18ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണ് ഇതിനുള്ള പ്രതിവിധി എന്നുള്ളത്. അത് നമുക്ക് ഇത് കഴിഞ്ഞ് പറയാം. ഇതിൽ പറയുന്നത് ഒന്നാമത് നമുക്ക് ഈ കാലഘട്ടത്തിൽ ശുദ്ധി വളരെ കുറവാണ് അല്ലെ? ശുദ്ധി എന്ന് പറയുന്നത് തീരെയില്ല. നമുക്ക് എന്ത് കാര്യത്തിലായാലും പല അമ്പലങ്ങളിലെ പൂജാരിമാരായാലും പോലും അവർക്ക് ശുദ്ധി വളരെ കുറവാണ്. എന്തൊക്കെയാണോ ശുദ്ധിയുടെ കർമ്മങ്ങളിൽ പറയുന്നത് അതൊന്നും അവരാരും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അതൊന്നും പാലിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും 4 തരത്തിലുള്ള പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു ശുദ്ധി എന്താണ് നമ്മള് എന്ന് പറയുന്നത്? ശുദ്ധം ഭഗവതാ ധന്നം. കേട്ടിട്ടില്ലേ? നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. 4 തരത്തിലുള്ള ശുദ്ധിയിൽ ഒന്ന് ശുദ്ധം ഭഗവതാ ധന്നം. പിന്നെന്താ? ശുദ്ധം ഭാഗീരഥി ജലം, ശുദ്ധം വിഷ്ണുപദ ധ്യാനം, ശുദ്ധം ഏകാദശി.
നാലാമത്തത് നമുക്ക് എല്ലാവരും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏകദശി വ്രതം. ഏകദശി വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും നമ്മൾ ശുദ്ധം നേടാനുള്ള ഒരു യോഗ്യത നമ്മൾ പോയി. ഒന്നാമത് എന്താ പറയുക? ശുദ്ധം ഭഗവതാ ധന്യം. എന്താ പറഞ്ഞാല് നമ്മൾ ശുദ്ധം ആവണമെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാര് കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിച്ചാൽ മതി. ഭഗവാൻ കഴിച്ച ഭക്ഷണം അല്ല പറഞ്ഞു. നമ്മൾ ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? സാധാരണ പറയുന്നത് അല്ലേ? എന്നാൽ ഭഗവാന്റെ ഭക്തന്മാരായ മഹാരാജ കഴിച്ചപ്പോൾ എന്താ പറയുന്നത്? മഹാപ്രസാദമാണ്, ഒരു പ്രസാദമല്ല. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ആദ്യം ഈ ഭഗവാന്റെ ഭക്തന്മാര് കഴിച്ച ഭക്ഷണം അതിന്റെ ബാക്കി മഹാപ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധി വരും. നമ്മളിൽ ശുദ്ധി വരും. പിന്നെന്താണ്? ശുദ്ധം ഭാഗീരഥി ജലം. ഭാഗീരഥി എന്ന് പറഞ്ഞാൽ ആരെയാണ്? ഗംഗാദേവിനെയാണ് പറയുന്നത്. ഗംഗയ്ക്ക് 3 ലോകങ്ങളിലും സഞ്ചരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് അവര് പറയുന്നത് എന്താണ്? ത്രിപദ ഗത എന്ന് പറയുന്നത്. അതായത് 3 ലോകങ്ങളിലും ഗമിക്കാൻ കഴിവുള്ളവൾ അത് ഗംഗ മാത്രമേ ഉള്ളൂ. പക്ഷെ 3 ലോകങ്ങളിൽ അറിയപ്പെടുന്ന 3 തരത്തിലാണ്. നമ്മളിവിടെ അറിയപ്പെടുന്നത്, ഈ ഭൂമിയിൽ അറിയപ്പെടുന്നത് എന്താണ്? ഭാഗീരഥി എന്നുള്ള പേര്. ഗംഗ പൊതുവെ പേരാണ്. പക്ഷെ നമ്മളെ ഭൂമിയിൽ അത് അറിയപ്പെടുന്നത് ഭാഗീരഥി എന്നുള്ള പേരിലാണ്. ഭാഗീരഥി. പിന്നെ പാതാളത്തിലാണെങ്കിൽ എന്താണ് അറിയപ്പെടുന്നത്? ദേഗംഗ, അളകനന്ദ. ഈ ഗംഗ തന്നെയാണ് അളകനന്ദ എന്ന പേരില് അവിടെ അറിയപ്പെടുന്നത്. പിന്നെ സ്വർലോകത്തുണ്ട്. അവിടെ നിന്നുള്ള വരുന്നത് അല്ലേ? അവിടെ എന്താ അറിയപ്പെടുന്നത്? മന്ദാകിനി. ഈ മന്ദാകിനിയും ഈ ഭാഗീരഥിയും ഈ അളകനന്ദയും ഗംഗയുടെ തന്നെ പേരാണ്. 3 സ്ഥലത്തുനിന്ന് വരുന്നതാണ്. മാത്രമല്ല ഗംഗയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ വാമനനായിട്ട് അവതരിക്കുന്ന സമയത്ത് കാലിൽ പൊക്കിയിട്ട് അളക്കുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തള്ളവിരിൽ തട്ടിയിട്ടുണ്ടാകുന്ന തുളയിലൂടെയാണ് അവര് ഈ ഗംഗാ നദി നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പവിത്രമാണ് ഗംഗാനദി. അപ്പൊ ഈ ഗംഗാനദിയാലുള്ള സ്പർശം അല്ലെങ്കിൽ നമ്മുടെ കുളിക്കുക എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ശുദ്ധി കൈവരും. പിന്നെന്താണ് പറയണത്? മൂന്നാമത്തത് ശുദ്ധം വിഷ്ണു പദ ധ്യാനം. വിഷ്ണുവിന്റെ പാദം ഉണ്ടല്ലോ, അത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും പോകുമ്പോൾ നമുക്ക് കുറച്ച് ശുദ്ധിക്കുറവ് തോന്നി. നമ്മളിപ്പോ എന്തെങ്കിലും ഭഗവാന് വേദിക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പൊ നമുക്ക് എന്തോ ഒരു അശുദ്ധി തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ഭഗവാനെ ധ്യാനിക്കുക. ഭഗവാന്റെ കൃഷ്ണനെ ധ്യാനിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാദം എന്ന് പറയുന്നത് പാദം നമ്മൾ ധ്യാനിക്കുക. കൃഷ്ണ ഭഗവാനെ ഗുരുവായൂരപ്പ എന്താണോ നമ്മുടെ വായിൽ വരുന്നത് ആ ഭഗവാന്റെ ഒരു നാമം ഉച്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ പാദം നമ്മളൊന്ന് സ്മരിക്കുക. ശുദ്ധി വരും, തന്നെ ശുദ്ധി വരും. കാരണം ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബുദ്ധിയുടെ ബുദ്ധിഭാവമാണ് അല്ലെ? നമ്മൾ എന്ത് പറയുകയാണെങ്കിലും അതിന്റെ എല്ലാം ബുദ്ധിഭാവമാണ് ഭഗവാൻ. ശുദ്ധതയുടെ ആയാലും ശരി, ഭക്തിയുടെ ആയാലും ശരി, എന്ത് തന്നെ ആയാലും ചതിക്കാനും ഭഗവാനോട് ഉത്തമൻ അല്ലെ? ഭഗവാന്റെ അത്ര ചതിക്കാൻ കഴിവുള്ള ആരാ ഇവിടെയുള്ളത്? ആരില്ല. നമ്മൾ ഭഗവാനെ പറ്റിച്ചിട്ട് നമ്മൾ പലരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഭഗവാനെ ഏറ്റവും പറ്റിക്കലിന്റെ മുഖത്തിൽ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. മരണം എന്ന് പറയുന്ന സംഗതിയോടെ നമ്മളൊക്കെ പഠിച്ചെടുക്കും. പിന്നെ എന്തുണ്ടായിട്ടുള്ള കാര്യം? അപ്പൊ ഭഗവാൻ എല്ലാത്തിന്റെയും തന്നെ ഭാവത്തിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഈ ശുദ്ധിയുടെ കാര്യത്തിലും അദ്ദേഹം തന്നെ ഈ ഭഗവാനെ നമ്മൾ ധ്യാനിക്കുന്നതിലൂടെയോ വർദ്ധിക്കുന്നതിലൂടെയോ ആ കാര്യങ്ങൾ പറയുന്നതിലൂടെയോ കേൾക്കുന്നതിലൂടെയോ നമുക്ക് പരിശുദ്ധി കൈവരും. ഓരോ മനുഷ്യനും നമുക്കില്ലാത്തതും ശരീരത്തിൽ ഇല്ലാത്തതും അതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഗുണങ്ങളും പ്രയോജനങ്ങളൊക്കെ എന്തായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്ലോകമാണത്. ഭഗവത് ഭക്തൻ സാമാന്യ ജനങ്ങളുടെ ആത്മീയ പുരോഗതിയെ കുറിച്ച് സദാ സാധാരണ ഭക്തന്മാര്, ഭഗവാന്റെ ഭക്തന്മാര് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ മന്ദബുദ്ധികളായിട്ടുള്ള ജനങ്ങളുടെ കാര്യത്തിൽ വളരെ ഉത്സുകരാണ്. അതുകൊണ്ടാണ് നൈമിഷാരണ്യത്തിൽ ശൗനകാദിയുടെ നേതൃത്വത്തിൽ 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞം അവർ ആരംഭിച്ചു. അവര് എല്ലാവരോടും കൂടി ചേർന്ന് ആലോചിക്കുകയാണ്. എന്താണ്? കലിയുഗത്തിലെ ജനങ്ങളുടെ ഗതി ഇങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് പുണ്യം വരണം. അവര് ഈ കലിയുഗത്തിൽ ജനിക്കുന്ന മനുഷ്യന്റെ പുണ്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നതിനാണ്. ഒരു ഭഗവത് ഭക്തന്റെ ലക്ഷണമാണ്. ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോലെ എല്ലാ ജീവജാലങ്ങളും രക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈ നൈമിഷാരണ്യത്തില് ഇങ്ങനെ ഒരു യജ്ഞം വയ്ക്കുന്നത്. എത്ര ശ്ലോകമാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്? വിഷ്ണു ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുന്നത് 4 ശ്ലോകമാണ് അല്ലെ? ഈ ബ്രഹ്മദേവൻ നാരദന് പറഞ്ഞു കൊടുക്കുന്നത് ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ നാരദനോട് പറയുന്നത്, നാരദരെ, നിങ്ങൾക്കിത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചും കൂടി എളുപ്പമാകണമെങ്കിൽ, സുഗമമാണെങ്കിൽ എന്ത് സംഭവിക്കണം? നിങ്ങൾക്കൊരു പക്ഷേ വേണമെങ്കിൽ ഇതിലൊന്നും കൂടി കുറച്ചുകൂടെ ശ്ലോകങ്ങൾ കൂട്ടിച്ചേർക്കാം. അതുപോലെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടാണ് വ്യാസന് പറഞ്ഞു കൊടുക്കുന്നത്. അതങ്ങനെ വന്ന് ഇവിടെ നൈമിഷാരണ്യത്തിൽ അല്ലെ? ഈ കേട്ടത് എന്താണ്? പിന്നെ ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജന് പറഞ്ഞു കൊടുക്കുന്നത് കേട്ട ഈ ദൂത ഗോസ്വാമി
നൈമിഷാരണ്യത്തിൽ എത്ര എത്ര ദിവസം പറയുന്നത്? 1000 വർഷമാണ് പറഞ്ഞത്. ഈ 4 ശ്ലോകങ്ങളിൽ 1000 വർഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1000 വർഷം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ല, ആദ്യം പറഞ്ഞ 1000 വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിനാണ് സൂത ഗോസ്വാമിയെ വിളിച്ചു കൊടുത്ത് ശൗനകാദികൾ പറയുന്നത്. ഈ 1000 വർഷം എങ്ങനെ പറയും? അതാണ് ഈ പറയുന്ന ഭാഗം. അതാണ് ഈ 18,000 ശ്ലോകങ്ങൾ. അവിടെ പറഞ്ഞ ആ ഭാഗവതമാണ് നമ്മളിപ്പോ നമ്മുടെ മുമ്പിലൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന ഓരോ മന്ത്രങ്ങളും ഓരോ ശ്ലോകങ്ങളും മന്ത്രങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഈ മന്ദബുദ്ധികളായിട്ടുള്ള ഈ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അന്നേ ഈ നൈമിഷ്യാരണത്തിലെ ഇത്തരത്തിലുള്ള ഭക്തന്മാരെല്ലാവരും ചേർന്നിട്ട് ഈ 1000 വർഷം നിൽക്കുന്ന യജ്ഞങ്ങൾ നടത്തുന്നത്. നൈമിഷ്യാരണത്തിന് ലക്ഷ്യമാകും അയോയുഗത്തിൽ, അയോയുഗം അതായത് ഈ യുഗത്തെ കുറിച്ചാണ് പറയുന്നത്. യോഗ്യതയും ഇല്ലാത്ത യുഗമാണ് അയോയുഗം എന്ന് പറയുന്നത്. മനുഷ്യർ അൽപായുസുക്കളാണെന്ന് മനസ്സിലാക്കി കലിയുഗത്തിൽ മനുഷ്യായുസ് ദുർബലപ്പെടാൻ മുഖ്യ കാരണം എന്താണ്? മനുഷ്യായുസ് കലിയുഗത്തിൽ ദുർബലപ്പെടാനുള്ള മുഖ്യ കാരണം എന്താണ്? ഭക്ഷണം കിട്ടാനിട്ടാണ്. ഭക്ഷണമില്ലായ്മയാണോ? അവർ പട്ടിണി കിടന്നിട്ടല്ല മരിക്കുന്നത്. പിന്നെ എന്താണ് പ്രധാന കാരണം? അനിയന്ത്രിത സ്വഭാവമാണ് അവരുടെ. എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് ഭക്ഷിക്കും. സാധാരണ പണ്ടൊക്കെ ഒരു ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ മിതമായ ഭക്ഷണമാണ് പറഞ്ഞിട്ടുള്ളത്. 2 നേരം ഏകമുക്തം യോഗി, ദ്വിമുക്തം രോഗി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവര് അവരുടെ ഭക്ഷണശൈലി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു കഷ്ണം ഭക്ഷണം കഴിച്ച് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കലോറി അത്രയും കൂടുതലാണ്. നമ്മൾ പിന്നെ നമ്മൾ കഴിച്ചില്ല. ഇപ്പൊ എന്താണ് ഹോട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പിസ്സ, ബർഗർ അല്ലെ? അതിലൊക്കെ ചേർക്കുന്ന സാധനങ്ങൾ ഒരു പീസ് നമ്മൾ കഴിച്ചാൽ ഒരു മാസം നമ്മൾ പട്ടിണി കിടക്കും. നമ്മുടെ ശരീരത്തിന് അത് അബ്സോർബ് ശരിയാക്കി കളയണമെങ്കിൽ നമ്മൾ എത്ര പിസ്സ കഴിക്കുന്നത്? അത് കഴിഞ്ഞ് അടുത്ത നേരം വീണ്ടും നമ്മൾ തന്നെ കഴിക്കും അല്ലെ? അപ്പൊ അമിതമായ ഭക്ഷണമാണ് നമ്മുടെ ആയിട്ട് കുറയാനുള്ള ഒരു കാരണം. രണ്ടാമത് വേവലാതി. വേവലാതി ഒഴിഞ്ഞ ഒരു സമയവും നമുക്കിവിടെ ഇല്ല അല്ലെ? വേവലാതി ഒഴിഞ്ഞവർ ആരാ അവിടെയുള്ളത്? ഇന്നിപ്പോ ഒരു പ്രശ്നം വന്നത് ഓർത്ത് കഴിഞ്ഞ് സമാധാനമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത 2 പ്രശ്നപ്പെട്ടവർ വേറെ വന്നു അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് വേവലാതി ഒഴിഞ്ഞിട്ട് മനസ്സിലൊരു സ്വസ്ഥതയേ ഇല്ല. അതുകൊണ്ട് അത് മനുഷ്യന്റെ ആയുസ്സിനെ ദുർബലപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ്. പിന്നെന്താണ് പറയുന്നത്? ഇന്ദ്രിയങ്ങളുടെ ഇച്ഛകൾ അത് പൂർത്തീകരിക്കണം. ഒരു നിയന്ത്രണമില്ല നമുക്ക്. എന്താണ് സിനിമേന്റെ മുമ്പിലിരിക്കുകയാണെങ്കിൽ അവിടെ ഇരുന്നോ കണ്ണിന് കേടാണ് അല്ലെ? പാട്ട് കേൾക്കുകയാണെങ്കിൽ അലർച്ചയോട് കൂടി അത് കാതിൽ നേരിട്ട് വിടുന്നത്. ഇപ്പൊ എല്ലാവരുടെ കാതിലും കണ്ടിട്ടില്ലേ? കാതിന് കേടാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വരുന്നു എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എന്തെല്ലാം അമിതമായിട്ട് ചെയ്യുന്നു അതെല്ലാം നമ്മുടെ ആയുസിനെ ബാധിക്കുന്നതാണ്. ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിൽ ആയുസിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള മനുഷ്യന്മാരുടെ സദ്ഗുണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആയുസ് കൂട്ടി കൊടുക്കാനും അവർക്ക് നല്ലത് വരുത്താനും നല്ല വിശേഷങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാനും വേണ്ടിയിട്ട് 1000 വർഷം നടത്തിയ ആ യാഗത്തിൽ അവരെന്തിനാണ് ചെയ്തത്? ബ്രഹ്മദേവനോട് ചോദിക്കുകയാണ്. ബ്രഹ്മദേവ, ഇതിന് അങ്ങനെ ഒരു യജ്ഞം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ എന്താ വേണ്ടത്? എവിടെ ഉത്തമമായ സ്ഥലം ചോദിക്കുമ്പോൾ ബ്രഹ്മദേവനോട് ചക്രം കൊടുക്കുന്നുണ്ട്. അത് പറയുന്നത് ചക്രം ഉരുട്ടിവിട. അങ്ങനെ ഉരുട്ടി അങ്ങനെ ഉരുണ്ട് പോയിട്ട് എവിടെയാണോ ഭൂമിയുടെ ഏത് ഭാഗത്ത് വീണിട്ടാണോ തകരേണ്ടത് അതാണ് ഏറ്റവും ഉത്തമമായ സ്ഥലം. അതാണ് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അത് പരന്നോളെന്ന് പറയാണ്. അങ്ങനെ അവർ ഈ ചക്രം ഉരുട്ടി വിട്ട് അതിന്റെ പിന്നാലെ പോവാണ്. ഈ പിന്നാലെ പോയിട്ട് അവിടെ എവിടെയാണോ ഈ ചക്രം വീണ് നശിക്കുന്നത് അതാണ് ഈ നൈമിഷാരണ്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഈ പറയുന്ന പന്തലൊക്കെ കെട്ടിയിട്ട് പിന്നെ അവര് ഭഗവത്ഗീത എന്താണോ വേണ്ടത് ഏറ്റവും നല്ലത് എന്താണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ സൂതഗോസ്വാമി വരേണ്ടത്. അപ്പൊ ഭഗവാന്റെ ഒരു അറേഞ്ച്മെന്റ് ആണ്. സൂതഗോസ്വാമി വരുന്നതും സൂതഗോസ്വാമിയെ കൊണ്ട് ശ്രീമദ് ഭാഗവതം പറയിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോ നമ്മളോട് പറയുന്നത് ശ്രീമദ് ഭാഗവതം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം നമ്മുടെ ബുദ്ധി വളരെ കുറച്ചാണ്. അപ്പൊ നമ്മുടെയൊക്കെ മെമ്മറി എന്ന് പറഞ്ഞാൽ 0.5 GB ഒക്കെ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ മനസ്സിലാവും അല്ലെ? 0.5 ഒരു ½ GB മെമ്മറിയൊക്കെ കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിലുള്ളൂ വിചാരിക്കാം. നമ്മൾ എപ്പോഴാണോ ശ്രീമദ് ഭാഗവതം അല്ലെങ്കിൽ ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കുന്നത് ചിലപ്പോൾ നമ്മൾ വെറുതെ വായിച്ചാലോ ശ്രേഷ്ഠ പണ്ഡിത ശ്രേഷ്ഠ കൈ പ്രബലനായി കഴിഞ്ഞു വായിച്ചു കഴിഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ എന്താണോ ഇതിൽ പറയുന്നത് പണ്ഡിത ശ്രേഷ്ഠ ആരാണ് ഈ പണ്ഡിതൻ? കൈ പ്രബലനായ ഈ അയോയുഗം എന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മളങ്ങനെ ചോദിച്ച് അന്വേഷിച്ച് പിടിച്ചത് പോയി കഴിഞ്ഞാൽ എന്താ പറയുന്നത്? നമ്മുടെ ഈ ½ GB എന്നുള്ളത് 1 GB, 5 GB, 100 GB സ്വയം നമുക്ക് ഇതിനെല്ലാം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി നമ്മൾ സ്വയം വന്നു ചേരും. ഉദാഹരണം നമ്മുടെ വൈജയന്തിമാല മാതാജിനെ കുറിച്ച് അറിയാം. സജ്ജനപ്രിയ മാതാജി, പ്രഭുവിന്റെ മാതാജി. അവര്
കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രീമദ് ഭഗവത്ഗീത 700 ശ്ലോകങ്ങൾ അവർ ബൈഹാർട്ടാണ്. 700 ശ്ലോകങ്ങൾ അവിടെയുള്ള കാലത്ത് തന്നെ 700 ശ്ലോകങ്ങൾ ബൈഹാർട്ട്. എങ്ങനെ പഠിക്കുന്നത്? നമ്മൾ ഈ പലർക്കും ഇപ്പോഴും പിന്നെ അതിന്റെ 4 ചതുശ്ലോകം എന്ന് പറയാന്ന് പറഞ്ഞാൽ ഇല്ലേ, നമ്മൾക്ക് ബുദ്ധിമുട്ടാണ് പലർക്കും. ആ 4 ചതുശ്ലോകങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മാതാജി 700 ശ്ലോകങ്ങളും കാണാതെ ചൊല്ലും. കാരണം എന്താ? എല്ലാ ഏകാദശിക്കും 1 മുതൽ 700 വരെയുള്ള ശ്ലോകങ്ങൾ ചെല്ലും. നോക്കി 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 ചെല്ലും. പിന്നെ 1-ാമത്തെ അധ്യായം ബൈഹാർട്ടായി, 2-ാമത്തെ അധ്യായം ബൈഹാർട്ടായി, 700 ശ്ലോകങ്ങൾ ബൈഹാർട്ടായി. പിന്നെ ഏകാദശിക്ക് ബുക്ക് വേണ്ട, ഭഗവത്ഗീത വേണ്ട, അങ്ങനെ ചൊല്ലും. 700 ഭഗവത്ഗീതയിലെ മാത്രം കാര്യം പറഞ്ഞത്, ഭാഗവതത്തിലെ കാര്യം അങ്ങോട്ട് പോകണ്ട. അത് പ്രത്യേക കോച്ചിങ് ആണ് നമ്മുടെ മഹാരാജ് വൈജയന്തി മാതാജിക്ക് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ മാതാജി അല്ല, മാതാജി പ്രഭു യു കം ഹിയർ അങ്ങനെയൊക്കെ മാതാജി വിളിക്കണം. മാതാജിനെ എന്താ വിളിക്കുക? വെയിറ്റിംഗ് ഇതറാ, മോളെ ഇങ്ങോട്ട് വാങ്ങാൻ വിളിക്കും. കാരണം ആ ഒരു ബന്ധം കണ്ടില്ല അവർ തമ്മിൽ. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പൊ മാതാജി ചോദിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരാൾ ആരാണ്? മഹാരാജ. അല്ലെങ്കിൽ മാതാജിക്ക് ചോദിക്കാൻ ഒരു സംശയം ചോദിച്ച് നിവർത്തിക്കാൻ വേറൊരാളില്ല. കാരണം അത്രയും നോളജാണ് മാതാജി. എങ്ങനെയാണ് അപ്പൊ ആ ഒരു, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണെന്ന് അല്ലേ? എന്താ കാരണം? പുരുഷന്മാരേക്കാൾ ബുദ്ധി കുറവാണ്. അതായത് എന്താ പറയുക, ലോജിക്കായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പുരുഷന്മാർ ചിന്തിക്കുന്നത് അല്ലെ? മാതാജിമാരാണെങ്കിലോ ഈ ഇമോഷൻ, സങ്കടം, ആ രീതിയിലാണ് അവർ ചിന്തിക്കുക. നമ്മളിപ്പോ മക്കളെ വളർത്തുകയാണെങ്കിൽ, ഞാൻ പറയുന്നതല്ല, ഇത് പറയുന്നതാണ്. നമ്മള് സാധാരണ കുട്ടികളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ, ആണുങ്ങൾ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അവര് ആ പ്രശ്നം തരണം ചെയ്യാൻ പറ്റണം അല്ലെ? നടക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ അവർ നടത്തിയിട്ട് പോകണം. മാതാജിമാരാണെങ്കിൽ വയ്യ എടുത്തോ കത്ത് നിൽക്കും. രണ്ട് തരത്തിലാണ്. അവർ ഏതെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് പറ്റും? അവർക്ക് തരണം ചെയ്യാൻ പറ്റില്ല. നേരെ പുരുഷന്മാരുടെ അതിലാണെങ്കിൽ എന്ത് പറ്റും? അവരെ തരണം ചെയ്ത് പോയിക്കോളും എന്നുള്ളതാണ്. അതായത് രണ്ടുപേര് രണ്ട് രീതിയിലാണ് കാണുന്നത്. ഇങ്ങനെയുള്ള ബുദ്ധി കുറഞ്ഞ സ്ത്രീവർഗം എന്ന് പറയുന്നത്. ഇപ്പോ സ്ത്രീവർഗത്തിന്റെ കപിലമുനിയുടെ അമ്മയാരാ? ദേവഭൂതി സാഖ്യായോഗം ഭഗവാനിൽ നിന്ന് കേൾക്കാനിരിക്കുമ്പോ എന്താ പറയണത്? മോനെ നല്ല വിളി അല്ലെ? എന്താ പറയണത്? ഈ ബുദ്ധി കുറഞ്ഞ ഈ സ്ത്രീയായി ജനിച്ച എനിക്ക് അങ്ങ് ഈ സത്യം, ഈ ജ്ഞാനം ഉപദേശിച്ചു തന്നാലും എന്ന് പറഞ്ഞാണ് താഴെ ഇരിക്കുന്നത്. കാരണം അവർക്കും അറിയാം അവരെക്കാൾ ബുദ്ധി ഒന്നും എന്തായാലും ഇപ്പൊ നമുക്കില്ലല്ലോ, ഉറപ്പല്ലേ? ഇങ്ങനെയുള്ള കാലഘട്ടം, ഈ ബുദ്ധി കുറവുള്ള കാലഘട്ടത്തിൽ ഇതുപോലെ ഭഗവത്ഗീത ഭാഗവതം വായിച്ച് ഇതെല്ലാം ഉൾക്കൊള്ളാനും അതിന്റെ അർത്ഥങ്ങൾ വരെ പറയാനും ഒരു മാതാജിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് വായിക്കാൻ അവർക്ക് പറ്റില്ല? എന്താണ് അതിന്റെ ഗുണം? ഈ പറഞ്ഞ ഈ ബുദ്ധിയില്ലാത്ത അല്പായുധങ്ങളായ മടിയന്മാരായിട്ടുള്ള ഇങ്ങനത്തെ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. അല്ല, 12-ാം സ്കന്ധത്തിൽ പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ശ്രീമദ് ഭാഗവതം പുരാണമമലം. ആ ശ്ലോകം കേട്ടിട്ടുണ്ടല്ലോ. അതിലെന്താണ് പറയണത്? ശ്രീമദ് ഭാഗവതം കളങ്കരഹിതമായ പുരാണമാണ്. അത് വൈഷ്ണവർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതാണ്. അതായത് വൈഷ്ണവർക്ക് മാത്രമാണ് ശ്രീമദ് ഭാഗവതം ഇഷ്ടമുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഒരു പന്നിയെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പന്നീന്റെ മുമ്പിൽ നമ്മൾ കുറച്ച് പാൽപ്പായസവും കുറച്ച് ഗുലാബ് ജാമുനും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വേണം അതിന് കൊമ്പോട് തട്ടിട്ട് അതാണ് അത് കഴിക്കില്ല. അതിന് പറ്റില്ല അല്ലെ? അതിന് പറ്റുന്ന സംഗതി വേറെയാണ്. അതുപോലെ നായ്ക്കൾക്ക് അതൊന്നും ഇവർക്കൊന്നും പറ്റുന്ന സംഗതിയല്ല. നായ്ക്കൾ എന്ന് പറഞ്ഞാൽ മത്സ്യം, മാംസം ഒക്കെയാണ് അവർ പ്രിയം. അതും പ്രത്യേകിച്ച് കുറച്ച് പഴകിയ ഭക്ഷണമാണെങ്കിൽ കൂടുതൽ പ്രിയം. നായ്ക്കളെ കണ്ടിട്ടുണ്ടോ? അവരെ മണ്ണ് മാന്തിയിട്ട് എല്ലാം കിട്ടണമെങ്കിൽ കൊണ്ട് കുഴിച്ചിടും. 2 ദിവസം കഴിഞ്ഞിട്ട് വന്നിരുന്നത്. കാരണം അവർക്ക് ദുർഗന്ധം ഉള്ളതാണ് അവർക്ക് പ്രിയം. അതുപോലെ പല മനുഷ്യർക്കും, ഈ അയോയുഗത്തിൽ ജീവിക്കുന്ന പല മനുഷ്യർക്കും ശ്രീമദ് ഭാഗവതവും ഇതുപോലെയാണ്. പന്നിയുടെ മുമ്പിൽ വെച്ച പാൽപ്പായസം പോലെ എന്നാ പറയാം. ഒരു വിലയില്ല. ഇതറിയുന്നത് ആർക്കാണ്? വൈഷ്ണവർക്കാണ്. വൈഷ്ണവാന പ്രിയം എന്നാണ്. വൈഷ്ണവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംഗതിയാണ് ശ്രീമദ് ഭാഗവതം. വൈഷ്ണവരെന്ന് പറഞ്ഞാലാണ് വിഷ്ണുവിനെ ഫോളോ ചെയ്യുന്നവർ അല്ലെ? വിഷ്ണുവിന്റെ ഭക്തന്മാർ. അത് പരമഹംസരുടെ പരിശുദ്ധവും പരമോന്നതവുമായ ജ്ഞാനം വിവരിക്കുന്നു. എന്താണ് ഈ വിവരിക്കുന്നത്? ഓരോരുത്തരും ചെയ്ത് നമ്മുടെ ഭക്തമരായ പല ഭക്തന്മാര് ഏത് പാതയിലൂടെയാണോ ഭഗവാൻ ഇതിലേക്ക് എത്തിയത് ആ പാത നമുക്ക് പറഞ്ഞു തരാണ്. നിങ്ങൾ ഈ പാതയിലൂടെ പോകും. പിന്നെ ശ്രീമദ് ഭാഗവതം എന്ന എല്ലാ ഭൗതിക കർമ്മങ്ങളിൽ നിന്നും മുക്തമാകാനുള്ള മാർഗത്തെ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെയും പരിത്യാഗത്തിന്റെയും ഭക്തിയുടെയും പ്രക്രിയകളോടുകൂടി വെളിപ്പെടുത്തുന്നു. ശ്രീമദ് ഭാഗവതം നമുക്ക് ഈ ഭൗതിക ലോകത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വെളിപ്പെടുത്താൻ, അത് പുറത്തു വരാനുള്ള സംഗതി കൂടിയാണ്. നമുക്ക് പറഞ്ഞു തരാണ്. ഒരു എന്താ പറയാ, ഒരു പദപ്രശ്നം, ഒരു 25 മൃഗങ്ങൾ ചേർന്ന് ചിത്രം വരച്ചിട്ട് ചിത്രകാരൻ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ എത്ര മൃഗങ്ങളുടെ ചോദിച്ചാൽ
നമുക്കൊരു പെട്ട 5 എണ്ണത്തിനെ പറ്റാൻ പറ്റും. എങ്ങനെ 5 മൃഗത്തിനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 10 മൃഗത്തിനെ കണ്ടുപിടിക്കാം. ഈ 25 എവിടെയൊക്കെ കിടക്കണം നമുക്കറിയില്ല. ഇത് വരച്ചവനെ അറിയും, അല്ലെ? അവൻ തൊട്ട് കാണിച്ചു തരാൻ നമുക്ക് 25 മൃഗങ്ങളെ അതിൽ കാണാൻ പറ്റും. അതുപോലെ ശ്രീമദ് ഭാഗവതം എഴുതിയ ആളുകൾ ഇതിനെക്കുറിച്ച് പരിപൂർണമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ പറയുന്ന കളങ്കമേൽക്കാത്ത വെറും മലം, പുരാണം അമലമാണ്. അമലം എന്ന് പറഞ്ഞതാണ്